ചാപ്റ്റർ 3 പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ആസൂത്രണ വികസനത്തിൻ്റെ രാഷ്ട്രീയം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ, ലാൻഡ് റിഫോംസ്, അതുപോലുള്ള ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇന്ത്യക്കൊരു ആസൂത്രണ സമ്പദ് വ്യവസ്ഥ എന്നൊരു പുസ്തകം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അത് എം വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ്. എക്കണോമിക് പ്ലാനിങ് എന്ന ഡിമാൻഡ് ആദ്യമായി ഉയർന്നു വരുന്നത് ബോംബെയിൽ വെച്ചാണ്. ബോംബെ പ്ലാൻ എന്നാണ്, ബോംബെ പ്രോജക്റ്റ് വഴിയാണ്. ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു ബോംബെയിൽ 1944. അതിൽ വെച്ചാണ് ശരിക്കും ഇന്ത്യക്കൊരു ആസൂത്രണ വികസനം എന്ന ആശയം ഉയർന്നത്. സാധാരണ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാനിനെ പറ്റി ചുരുക്കി വിവരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 മുതൽ 56 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയ സമയമാണ്. ഇവിടെ ആകെ ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടമായിരുന്നു. അതുകൊണ്ട് പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തിയത് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അഗ്രികൾച്ചറൽ സെക്ടറിനാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഡാം ക്രിയേഷൻ, ഇറിഗേഷൻ, ഹൈഡ്രോളിക് ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, അതേപോലെ ഇറിഗേഷൻ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുക, ഡാം ക്രിയേഷൻ തുടങ്ങിയിട്ടുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഒന്നാം പദ്ധതിയുടെ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നടത്തിയത്. ബക്രാനങ്കൽ അതേപോലെ ഹിരാക്കുഡ് ഡാം പോലത്തുള്ള ഡാമുകളെല്ലാം ഉണ്ടാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയിരുന്നത് KN രാജൻ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേതൃത്വം KN രാജൻ്റെ നേതൃത്വത്തിലാണിത് നടപ്പിലാക്കപ്പെട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ചെറുകിട സമ്പാദ്യവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നാം പദ്ധതി മുന്നോട്ട് പോയത്. ഗീവ് ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചറൽ സെക്ടർ. ഓക്കെ. ഗ്രോ സ്ലോലി, പതിയെ മുന്നേറുക, പതിയെ വളരുക എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. ദെൻ ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ. സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1956 ആരംഭിക്കുന്നത്. 56 മുതൽ 61 വരെ. സെക്കൻഡ് പ്ലാനിൻ്റെ മഹാലനോബിസ് പ്ലാൻ എന്നും പറയപ്പെടുന്നത്. കാരണം PC മഹാലനോബിസിൻ്റെ നേതൃത്വത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് പോയത്. രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോൾവ് ദ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതും ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ആക്കി തീർക്കുക എന്നതുമായിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ രണ്ടാം പദ്ധതി ഗീവ് ഇമ്പോർട്ടൻസ് ടു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ത്വരിതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ബിലാലിലെയും ദർഗാപൂരിലെയും സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഈ പദ്ധതി കാലത്താണ്. അതേപോലെ റെയിൽവേക്ക് ആവശ്യമായ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുള്ള റാപ്പിഡ് ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് ബേസ് നൽകിയ പദ്ധതികൾക്കെല്ലാം രൂപം നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ. ഫാസ്റ്റ് ആൻഡ് ഫാസ്റ്റ്ലി, കുതിച്ചു മുന്നേറാം എന്നതായിരുന്നു രണ്ടാം പദ്ധതിയുടെ മുദ്രാവാക്യം. പിന്നെ ഈ പദ്ധതി കാലത്ത് പ്രധാന കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട് ഈ പാഠത്തിൽ. പിന്നെ സാമ്പത്തിക മേഖലയിൽ തർക്കം. ഒന്ന് സ്വകാര്യ മേഖല വേഴ്സസ് പൊതുമേഖല, അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രി. ഇതായിരുന്നു. അത് ഞാൻ അത്ര ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മതി. ഈ മേജർ ഔട്ട്കംസ് ഓഫ് 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതികളുടെ ഔട്ട്കം, റിസൾട്ട് എന്തായിരുന്നു എന്ന് ചോദിക്കും ചിലപ്പോൾ. ഒന്ന്, ഇറ്റ് പാവ് ദ വേ ഫോർ ഫൗണ്ടേഷൻ ഓഫ് ഹോൾ ഡെവലപ്മെൻറ്റ്, വികസനത്തിലുള്ള അടിത്തറ പാകിയത് 1, 2 പഞ്ചവത്സര പദ്ധതികളാണ്. രണ്ടാമത്തത് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. എന്താണ് ഭൂപരിഷ്കരണം? ഭൂമിയുടെ പരിധിക്ക് ഉടമസ്ഥാവകാശ പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള, ഭൂമിയുടെ കൈവശം വെക്കുന്നതിന് പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു പരിഷ്കരണമാണ് ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായും ഭൂപരിഷ്കരണത്തിൻ്റെ 4 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, അബോളിഷൻ ഓഫ് ദി ജമീന്ദാർ സിസ്റ്റം,
ജമീന്ദാരി സിസ്റ്റം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ബാഡ് ഹാബിറ്റായിരുന്നു. കൃഷിയിൽ നിന്നും നികുതി പിരിക്കുവാനുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും നികുതി പിരിക്കുവാനുള്ള അവകാശം നാട്ടിലെ ജമീന്ദാർമാർ, അതായത് പ്രാദേശിക ഗുണ്ടകളെ ഏൽപ്പിക്കുന്ന സ്വഭാവം. അതുകൊണ്ട് ഭൂമിയുടെ അവകാശികളിൽ നിന്ന് ജമീന്ദാർ സിസ്റ്റം മധ്യവർഗത്തെ ഒഴിവാക്കുക എന്നതായിരുന്നു ഭൂപരിഷ്കരണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ അഗ്രികൾച്ചറൽ ലാൻഡിനെ കൺസോളിഡേറ്റ് ചെയ്യുക, ഏകീകരിക്കുക. എന്നുവെച്ചാൽ വൻതോതിൽ കൃഷി ഇറക്കാൻ വേണ്ട അഗ്രികൾച്ചറൽ ലാൻഡിനെ ഒരേ രൂപത്തിലേക്ക് സെറ്റപ്പ് ചെയ്യുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തത് സീലിംഗ് ഓൺ ലാൻഡ്, ഭൂമിക്ക് പരിധി, ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാനുള്ള ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക. നാലാമത്തത് കുടിയാന്മ സംരക്ഷണമായിരുന്നു, പ്രൊട്ടക്ഷൻ ഓഫ് ദി ടെനൻസ്. ഇനി മറ്റൊന്ന് ഗ്രീൻ റവല്യൂഷൻ, ഈ പാഠത്തിൽ പിന്നെ ചോദിക്കാവുന്ന ഹരിത വിപ്ലവം. 1960കളിൽ സത്യത്തിൽ നമ്മൾ നിരവധി പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികളിലൂടെ നമുക്ക് കൃഷിക്കും മറ്റതുമാക്കി ഇമ്പോർട്ടൻ്റ് കൊടുത്തെങ്കിലും വേണ്ടത്ര രീതിയിൽ അത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. ദാരിദ്ര്യം വർദ്ധിക്കുന്നതായിട്ട് കണ്ട് അപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അതിന് പുറമെ അമേരിക്കയിൽ നിന്നും വന്നിരുന്ന ഗോതമ്പ് ഇറക്കുമതിയും അമേരിക്ക നിർത്തലാക്കി. ഇതോടുകൂടിയാണ് കൃഷിയിൽ സ്വയം പര്യാപ്തി നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വിപ്ലവം കാർഷിക മേഖലയിൽ കൊണ്ടുവന്നത്. അതായിരുന്നു ഗ്രീൻ റവല്യൂഷൻ. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ കാർഷിക വിപ്ലവം നടത്തിയത്. അപ്പോൾ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കാർഷിക മേഖല നടപ്പിലാക്കിയ വിപ്ലവാത്മകമായ മാറ്റമാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയപ്പെടുന്നത്. ഗ്രീൻ റവല്യൂഷൻ്റെ ഗുണവും ദോഷവും ചിലപ്പോൾ ചോദിക്കും, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇത് സത്യത്തിൽ ഗ്രീൻ റവല്യൂഷൻ ആദ്യകാലത്ത് നടപ്പിലാക്കപ്പെട്ടത് 2-3 ക്രോപ്സിൽ മാത്രമാണ്. ഒന്ന് ഗോതമ്പ്, ബാർലി, കരിമ്പ് എന്നിൽ മാത്രമായിട്ട് ഗ്രീൻ റവല്യൂഷൻ്റെ വിപ്ലവം ഒതുങ്ങി എന്നതാണ്. മറ്റൊന്ന്, ഇത് ഹരിയാന, പഞ്ചാബ്, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, ഈ പ്രദേശത്ത് മാത്രമാണ് ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കപ്പെട്ടത്. കാർഷിക മേഖല ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു ഷോർട്ടേജ്. എന്നിട്ടൊന്നാണ് വൈറ്റ് റവല്യൂഷൻ, ഹരിത വിപ്ലവം കഴിഞ്ഞു. നമ്മൾ വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പാൽ മേഖലയിലുണ്ടായ വിപ്ലവത്തെയാണ് വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ട ഗുജറാത്ത് പാൽ ഉൽപാദന വിതരണ സൊസൈറ്റി, മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് ഇന്ത്യയിൽ സത്യത്തിൽ വൈറ്റ് റവല്യൂഷന് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് നേതൃത്വം നൽകിയത്. ഈ സൊസൈറ്റി ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ അമൂൽ എന്ന പേരിൽ നിരവധി പാൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടി ഈ സൊസൈറ്റിയിലേക്ക് ഗുജറാത്തിലെ ക്ഷീര കർഷകർ കണ്ടമാനം ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഇത് സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ പെല്ലറ്റും മറ്റുപോലുള്ള പാലിനാവശ്യമായ വസ്തുക്കൾ സൊസൈറ്റി സബ്സിഡി നിരക്കിൽ നൽകുകയും കർഷകരിൽ നിന്ന് എത്ര പാലുണ്ടെങ്കിലും അവർ സൊസൈറ്റി വാങ്ങുകയും ചെയ്തതോടുകൂടി പാലിൻ്റെ മാർക്കറ്റിംഗ് പ്രശ്നം വേറെ ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് ക്ഷീരരംഗത്തേക്ക് അല്ലെങ്കിൽ പശു വളർത്തൽ രംഗത്തേക്ക് കണ്ടമാനം ആളുകൾ കടന്നു വരാൻ കാരണമായി. അങ്ങനെ പാൽ ഉൽപാദന മേഖല ഒരു വൻ വിപ്ലവത്തിന് ഈ പദ്ധതി കാരണമായി. അതുകൊണ്ടാണ് ഇതിനെ പാൽ വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്.